നമുക്കിനി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് നോക്കാം. പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു. പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ ദേ ആർ ദ പോളിമേഴ്സ് ഓഫ് അമിനോ ആസിഡ്. അതായത് അമിനോ ആസിഡ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഫോം ചെയ്യണത്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഈ അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്യണത്? അമിനോ ആസിഡ് കണക്ട് ചെയ്യുന്നത് പെപ്റ്റൈഡ് ലിങ്കേജ് വഴിയാണ്. അമിനോ ആസിഡ്സ് കണക്ട് ചെയ്യുന്നത് പെപ്റ്റൈഡ് ലിങ്കേജ് വഴിയാണ്, അല്ലെങ്കിൽ അമിനോ ആസിഡ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്യുന്നത് പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ്. അപ്പോൾ നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഏറ്റവും ഗ്ലൈസീൻ എന്ന് പറയുന്ന അമിനോ ആസിഡിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഗ്ലൈസീൻ മോളിക്യൂൾസ് എങ്ങനെയാണ് കമ്പൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ മോളിക്യൂളിൽ ഉള്ള ആസിഡ് പാർട്ടും അതുപോലെ രണ്ടാമത്തതിലുള്ള ഈ അമിനോ ഗ്രൂപ്പും കൂടിയിട്ട് ഒരു വാട്ടർ മോളിക്യൂൾ, ഇവിടുന്ന് OHും ഇവിടുന്ന് ഒരു ഹൈഡ്രജനും, ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്യും. അതായത് -H2O ഒരു വാട്ടർ മോളിക്യൂള് എലിമിനേറ്റ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്യും. CONH ബോണ്ട് വഴി കമ്പൈൻ ചെയ്യും. ഈ CONH ബോണ്ടിനെയാണ് നമ്മൾ എന്ത് പറയണത്? പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ അമിനോ ആസിഡ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യണത്? പെപ്റ്റൈഡ് ലിങ്കേജ് വഴിയാണ് കണക്ട് ചെയ്യണത്. ഇപ്പോൾ ഇത് രണ്ട് അമിനോ ആസിഡ് മോളിക്യൂൾസ് ഒരു പെപ്റ്റൈഡ് ലിങ്കേജ് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. ഇനി 3 അമിനോ ആസിഡ് ഇപ്പുറത്ത് വേറെ ഒരു ഗ്ലൈസീൻ മോളിക്യൂൾ കൂടി വരികയാണെങ്കിൽ CH2COOH എഗെയിൻ എന്ത് ചെയ്യും? ഇവിടെ വാട്ടർ മോളിക്യൂള് എലിമിനേറ്റഡ് ആവും, എന്നിട്ടോ ഇത് തമ്മിൽ കമ്പൈൻ ചെയ്യും. അതായത് CONH അവിടുന്ന് NH ബോണ്ട് വഴി കണക്ട് ചെയ്യും, ഒരു വാട്ടർ മോളിക്യൂൾ എലിമിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇവിടെ എത്ര പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ട്? എത്ര CONH ലിങ്കേജ് ഉണ്ട്? 2 CONH ലിങ്കേജ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഡൈ പെപ്റ്റൈഡ് ആണ്. ഓക്കെ, ഇനി 4 അമിനോ ആസിഡ് മോളിക്യൂൾസ് ഇതേപോലെ കണക്റ്റഡ് ആവുകയാണ്. അപ്പോൾ ഇപ്പുറത്ത് ഒരെണ്ണം കൂടി വരും അല്ലേ? അപ്പോൾ 1, 2 അപ്പുറത്ത് ഒരു പെപ്റ്റൈഡ് ബോണ്ട് കൂടി വരും. അപ്പോൾ അങ്ങനത്തതാണ് ട്രൈ പെപ്റ്റൈഡ് എന്ന് പറയുന്നത്. അതുപോലെ 5 അമിനോ ആസിഡ് മോളിക്യൂൾസ് ആണ് കമ്പൈൻ ചെയ്യണമെങ്കിൽ ടെട്രാ പെപ്റ്റൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഒരു പ്രോട്ടീനിൽ എങ്ങനെയാണ്? പ്രോട്ടീനിൽ കുറേ അമിനോ ആസിഡ് മോളിക്യൂൾസ് ആണ് കമ്പൈൻ ചെയ്യുന്നത്, അതുകൊണ്ട് അതൊരു പോളിപെപ്റ്റൈഡ് ആണ്. പ്രോട്ടീൻസ് ആർ പോളിപെപ്റ്റൈഡ്സ്. ഇനി പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്തത് എങ്ങനെയാണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ മോളിക്യുലാർ ഷേപ്പ്. നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡ്സ് ആണ്. അമിനോ ആസിഡ്സ് കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാക്കിയിരിക്കുന്നത് ബൈ പെപ്റ്റൈഡ് ലിങ്കേജ്. അതായത് അമിനോ ആസിഡ് പെപ്റ്റൈഡ് ലിങ്കേജ് വഴി കമ്പൈൻ ചെയ്തിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് പ്രോട്ടീൻസ് ഫോം ചെയ്യുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് ഡിഫറെൻറ്റ് ഷേപ്പിലായിരിക്കും. അപ്പോൾ ആ ഷേപ്പിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ടാണ് പ്രോട്ടീൻസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫൈബറസ് പ്രോട്ടീൻസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. ഫൈബറസ് പ്രോട്ടീൻസ് എന്നും ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്നും രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫൈബറസ് പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ പോളിപെപ്റ്റൈഡ് ചെയിൻ റൺ പാരലൽ. പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇതേപോലെ പാരലൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഓരോ പാരലൽ ആയിട്ടുള്ള ഈ ചെയിൻസും കണക്ട് ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ബോണ്ട് അല്ലെങ്കിൽ സൾഫൈഡ് ബോണ്ട് വഴിയാണ്. അതായത് ഇതേപോലെ പാരലൽ ആയിട്ടുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ, അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്തിരിക്കുന്നു. അതാണ് ഈ ഫൈബറസ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്. ഇനിയോ ദീസ് പ്രോട്ടീൻസ് ആർ ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. അതിനുള്ള എക്സാമ്പിൾസ് ആണ് കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിൽ, അതുപോലെ നെയിലിൽ, വൂളിലൊക്കെ ഉള്ള പ്രോട്ടീനാണ് കെരാറ്റിൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മയോസിൻ, മസിൽ പ്രോട്ടീനാണ് മയോസിൻ എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് എന്തിന്? ഫൈബറസ് പ്രോട്ടീനിന് എക്സാമ്പിൾ. ഇനി അതുപോലെ തന്നെ ഗ്ലോബുലാർ പ്രോട്ടീൻസ് ആണെങ്കിലോ അതിൽ പ്രോട്ടീൻസ് കോയിൽ ചെയ്തിട്ട് സ്പെരിക്കൽ ഷേപ്പായിട്ട് മാറിയേക്കാണ്. അപ്പം അത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറയും. സ്പെരിക്കൽ ഷേപ്പിലേക്ക് മാറിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? ഹൈഡ്രജൻ ബോണ്ട്, വാണ്ടർവാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, അല്ലെങ്കിൽ സൾഫൈഡ് ബോണ്ട് വഴിയൊക്കെയാണ് അത് ഇൻ്റർ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി ദീസ് പ്രോട്ടീൻസ് ആർ സോല്യൂബിൾ ഇൻ വാട്ടർ. ഇത് വാട്ടറിൽ സോല്യൂബിൾ ആണ്. അതിന് എക്സാമ്പിളാണ് ഇൻസുലിൻ, ആൽബുമിനൊക്കെ. ഇൻസുലിൻ, ആൽബുമിനൊക്കെ ഗ്ലോബുലാർ പ്രോട്ടീൻസിന് എക്സാമ്പിളാണ്. അപ്പോൾ മോളിക്യൂൾസിൻ്റെ ഷേപ്പിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ ഫൈബറസ് പ്രോട്ടീൻ എന്നും ഗ്ലോബുലാർ പ്രോട്ടീൻ എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ നോക്കാം. പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ നമ്മൾ ഡിസ്കസ് ചെയ്യണത് 4 ലെവൽസ് ആയിട്ടാണ്. അപ്പോൾ പ്രൈമറി, സെക്കൻഡറി, ടെറിഷറി, ക്വട്ടേണറി എന്നിങ്ങനെ 4 ലെവൽസ് ആയിട്ടാണ് നമ്മൾ പ്രോട്ടീനിൻ്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യണത്.
അപ്പോൾ ഓരോ സ്ട്രക്ചറിലും അതിൻ്റെ സ്ട്രക്ചറൽ ഡിഫറൻസ് എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ആദ്യത്തെയാണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഈ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീനിൽ നമുക്കറിയാം പ്രോട്ടീൻസ് എന്ന് പറയുന്നത് ധാരാളം അമിനോ ആസിഡുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ടായിരിക്കുന്നതാണ്. അമിനോ ആസിഡ്സ് പെപ്റ്റൈഡ് ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുള്ളതാണ് പ്രോട്ടീൻസിൽ. നമ്മുടെ ശരീരത്തിൽ തന്നെ 20 അമിനോ ആസിഡുകളുണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിൽ 20 ടൈപ്സ് ഓഫ് അമിനോ ആസിഡ്സ് ആർ പ്രസൻറ്റ്. അപ്പോൾ ഈ ഓരോ അമിനോ ആസിഡും പല സീക്വൻസിലാണ് ഓരോ പ്രോട്ടീനിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. ആ സീക്വൻസ് ആണ് ഈ പ്രൈമറി സ്ട്രക്ചറിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇൻ എ പ്രോട്ടീൻ. ഓരോ പ്രോട്ടീനിൻ്റെ ആ ഈ അമിനോ ആസിഡുകളുടെ സീക്വൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ, ഒരു ടൈപ്പ് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അതിലുള്ള അമിനോ ആസിഡിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ ആയിരിക്കും. ആ സീക്വൻസ് മാറുന്നതിനനുസരിച്ചിട്ട് ഡിഫറെൻറ്റ് പ്രോട്ടീൻസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ പ്രൈമറി സ്ട്രക്ചറിൽ അമിനോ ആസിഡിൻ്റെ സീക്വൻസിനെയാണ് കാണിക്കുന്നത്. ഇനി സെക്കൻഡറി സ്ട്രക്ചർ, അടുത്തതാണ് സെക്കൻഡറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഈ സെക്കൻഡറി സ്ട്രക്ചറിൽ എന്താണ് കാണിക്കുന്നത്? സെക്കൻഡറി സ്ട്രക്ചറിൽ ഷേപ്പ് ഇൻ വിച്ച് ദീസ് പോളിപെപ്റ്റൈഡ് ചെയിൻ എക്സിസ്റ്റ്. അമിനോ ആസിഡ് പെപ്റ്റൈഡ് ബോണ്ട് വഴി ലിങ്ക് ചെയ്തിട്ടുള്ള പോളിപെപ്റ്റൈഡ്സ് ആണ് പ്രോട്ടീൻസ്. ഈ പ്രോട്ടീൻസ് അല്ലെങ്കിൽ ഈ പോളിപെപ്റ്റൈഡ്സ് ഏത് ഷേപ്പിലാണ് എക്സിസ്റ്റ് ചെയ്യണത് എന്നുള്ളതാണ് ഈ സെക്കൻഡറി സ്ട്രക്ചറിൽ കാണിക്കുന്നത്. അപ്പോൾ ഏത് ഷേപ്പിലാണ് എന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ്? അപ്പോൾ ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൻ്റെയൊക്കെ പെപ്റ്റൈഡ് ബോണ്ട് വഴിയാണ് ലിങ്ക് ചെയ്തിട്ടുള്ളത്. അതിൽ NH ഗ്രൂപ്പ് ഉണ്ട്, അതുപോലെ C ഡബിൾ ബോണ്ട് O ഗ്രൂപ്പ് ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ അതായത് ഹൈഡ്രജനേക്കാൾ ഇലക്ട്രോ നെഗറ്റീവ് ആയിട്ടുള്ള നൈട്രജൻ, ഓക്സിജൻ പോലെയുള്ള എലമെൻറ്റ്സ് അടുത്ത് വരികയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ വീക്ക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അത്തരം ബോണ്ടുകളാണ് ഹൈഡ്രജൻ ബോണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ NH ഗ്രൂപ്പിലത്തെ ഹൈഡ്രജനും കാർബണീൽ ഗ്രൂപ്പിലത്തെ ഓക്സിജൻ്റെ ഇടയിൽ വീക്കായിട്ടുള്ള ഒരു ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഇത് റെഗുലറായിട്ട് ഫോൾഡ് ചെയ്യും. ഇങ്ങനെ ഫോൾഡ് ചെയ്യുന്നത് വഴി അത് ഡിഫറെൻറ്റ് സ്ട്രക്ചറിൽ ആണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് 2 ടൈപ്പിൽ എക്സിസ്റ്റ് ചെയ്യണതാണ്. ഒന്ന് ആൽഫ ഹെലിക്സ് സ്ട്രക്ചറും രണ്ടാമത്തെ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. അപ്പോൾ ആദ്യത്തെ നോക്കാം. അതായത് ഈ പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഉള്ള NHCO ഗ്രൂപ്പുകൾ അതിൻ്റെ ഇടയിൽ എന്ത് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്? ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇങ്ങനെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് വഴി റെഗുലറായിട്ട് അത് എന്ത് ചെയ്യും? ഇതേപോലെ ഫോൾഡ് ചെയ്യും. അങ്ങനെ ആ റെഗുലറായിട്ട് ഫോൾഡ് ചെയ്യുന്നതാണ് ഈ സെക്കൻഡറി സ്ട്രക്ചറിന് കാരണം. അപ്പോൾ അത് 2 ടൈപ്പാണ്, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചറും ആൽഫ ഹെലിക്സ് സ്ട്രക്ചറും. അപ്പോൾ ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിൽ ദേ ഫോം ഹൈഡ്രജൻ ബോണ്ട് ബൈ ട്വിസ്റ്റിംഗ് ഇൻ ടു റൈറ്റ്. ഒരേ പാറ്റേണിൽ ഇതേപോലെയുള്ള പോളിപെപ്റ്റൈഡ് ചെയിൻ ഇതേപോലെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ സ്പൈറലായിട്ട് ഇതേപോലെ സ്പൈറലായിട്ടുള്ള ഇങ്ങനെ ചെയിനായിട്ട് മാറും. ഇതാണ് എന്ത്? ആൽഫ ഹെലിക്സ് സ്ട്രക്ചർ. ഒരേപോലെ റൈറ്റിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നൈട്രജൻ്റെ അടുത്തുള്ള ഈ ഹൈഡ്രജനും കാർബണൈൽ ഗ്രൂപ്പും തമ്മിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യുന്നത് വഴി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്ത് വരും. അപ്പോൾ ഒരു റൈറ്റ് ഹാൻഡഡ് സ്ക്രൂ തിരിക്കുന്ന പോലെ അല്ലെങ്കിൽ റൈറ്റിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യും. അതാണ് ആൽഫ ഹെലിക്സ് സ്ട്രക്ചറിന് കാരണം. ഇനി അതേപോലെയല്ല, അടുത്തത് എന്താണ്? ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചറാണ്. ഷീറ്റ് ഷേപ്പിൽ അതായത് ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനും ഇതേപോലെ ഇങ്ങനെ പാരലലായിട്ട് മാക്സിമം സ്ട്രെച്ച് ചെയ്ത് കിടക്കും. അതിൻ്റെ ഇടയിൽ ഇവിടെയും ഇതേപോലെ NHCO ഗ്രൂപ്പുകളുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യും. അങ്ങനെ കുറേ ചെയിനുകൾ തമ്മിൽ ഒരു ഷീറ്റ് പോലെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചർ. അതായത് പോളിപെപ്റ്റൈഡ് ചെയിൻ സ്ട്രെച്ച് ഔട്ട് ടു മാക്സിമം. എന്നിട്ടോ ദേ ലേ സൈഡ് ബൈ സൈഡായിട്ട് ഒന്നിൻ്റെ അടുത്ത് ഒന്നായിട്ട് ഇങ്ങനെ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിൻ കിടക്കും. അതിൻ്റെ ഇടയിൽ ഈ ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനെയും ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഷീറ്റ് സ്ട്രക്ചറിലാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചറിൽ എങ്ങനെയാണ് ഈ പോളിപെപ്റ്റൈഡ് ചെയിൻ ട്വിസ്റ്റ് ചെയ്യണത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ആൽഫ ഹെലിക്സ് സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചറിലും എക്സിബിറ്റ് ചെയ്യും. ഇനി അടുത്തതാണ് ടെറിഷറി സ്ട്രക്ചർ. അപ്പോൾ ടെറിഷറി സ്ട്രക്ചറിൽ എന്താ പറയുന്നത്? ടെറിഷറി സ്ട്രക്ചറിൽ ഓവറോൾ ഫോൾഡിംഗ് ഓഫ് ദ പോളിപെപ്റ്റൈഡ് ചെയിൻ ഇസ് ഡിസ്കസ്ഡ്. അതായത് എന്താണ്? പോളിപെപ്റ്റൈഡ് ചെയിൻ ഫെർദറായിട്ട്, അതായത് സെക്കൻഡറി സ്ട്രക്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ പോളിപെപ്റ്റൈഡ് ചെയിനും
ചില റൈറ്റ് ഹാൻഡഡ് ആയിട്ട് ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആൽഫ ഹെലിക്സ് ഫോം ചെയ്തു. അല്ലെങ്കിൽ ഓരോ ലെയറുകളുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുണ്ട്, ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട് ഷീറ്റ് പോലെ. ഈ സ്ട്രക്ചേഴ്സൊക്കെ വീണ്ടും ട്വിസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ഫോൾഡ് ചെയ്യും. വീണ്ടും ഫോൾഡ് ചെയ്യണം. ആ ഫർദർ ഫോൾഡിങ് ഓഫ് സെക്കൻഡറി സ്ട്രക്ചർ ഗീവ് റൈസ് ടു ടെറിഷറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അതായത് അത് വീണ്ടും ഫോൾഡ് ചെയ്യുന്നത്, സെക്കൻഡറി സ്ട്രക്ചേഴ്സ് വീണ്ടും ഫോൾഡ് ചെയ്യണതാണ് ടെറിഷറി സ്ട്രക്ചറിന് കാരണം. അപ്പോൾ ഈ ടെറിഷറി സ്ട്രക്ചറിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന 2 ഷേപ്പാണുള്ളത്, ഫൈബറസ് പ്രോട്ടീൻസ് എന്നും ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്നും. ഫൈബറസ് പ്രോട്ടീൻ നമ്മൾ പറഞ്ഞു ഇതേപോലെ പോളിപെപ്റ്റൈഡ് ചെയിനുകളുടെ ഇടയിൽ ഹൈഡ്രജൻ ബോണ്ട് വഴി കണക്ട് ചെയ്തിട്ടുള്ള വാട്ടറിൽ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള കെരാറ്റിൻ, മയോസിൻ പോലെ ഉള്ളതൊക്കെയാണ് ഫൈബറസ് പ്രോട്ടീൻസിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞത്. അതുപോലെ തന്നെ അതെന്താണ്, അത് സ്പെരിക്കലായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ. വീണ്ടും ഫോൾഡ് ചെയ്ത് സെക്കൻഡറി സ്ട്രക്ചർ വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഗ്ലോബുലാർ സ്ട്രക്ചറിൽ അല്ലെങ്കിൽ സ്പെരിക്കൽ സ്ട്രക്ചറിൽ അറേഞ്ച് ചെയ്തതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്. അതിൽ എന്താ നമ്മൾ പറഞ്ഞത്, ഇതേപോലെ ഹൈഡ്രജൻ ബോണ്ട്, സൾഫൈഡ് ബോണ്ട്, വാണ്ടർവാൾസ് ഫോഴ്സ്, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ വഴിയൊക്കെയാണ് ഇത് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനിയോ അത് ഗ്ലോബുലാർ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ വാട്ടറിൽ സോല്യൂബിൾ ആണ്. ഇൻസുലിൻ ഒക്കെ അതിന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. ഇനി ഈ അടുത്തതാണ് ക്വട്ടേണറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. അപ്പോൾ ചില പ്രോട്ടീൻസിൽ ഒരു പോളിപെപ്റ്റൈഡ്, ഒരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു സീക്വൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻ മാത്രമല്ല ഉണ്ടാവുക. 2 or more types of polypeptide chains will be there. ഒന്നിലധികം 2 അതിലധികമോ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടാവും, വ്യത്യസ്ത സീക്വൻസ് ഉള്ള പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഉണ്ടാവും. ഈ പോളിപെപ്റ്റൈഡ് ചെയിൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, അതിലത്തെ സബ് യൂണിറ്റ് ഒക്കെ ഏത് രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ക്വട്ടേണറി സ്ട്രക്ചറിന് കാരണം. അതായത് ചില പ്രോട്ടീൻസിൽ ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടാവും. ഓരോ സ്പെസിഫിക് സീക്വൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഒന്നിലധികം ഉണ്ടാകും. അങ്ങനത്തെ കേസിൽ ഓരോന്നും മറ്റേതിനെ അപേക്ഷിച്ച് ഓരോന്നിൻ്റെയും സബ് യൂണിറ്റുകൾ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നതൊക്കെയാണ് ക്വട്ടേണറി സ്ട്രക്ചറിന് കാരണം. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, ഈ ക്വാട്ടേണറി ഒരു പ്രോട്ടീൻ നോക്കിക്കഴിഞ്ഞാൽ പ്രൈമറി സ്ട്രക്ചർ ഉണ്ട്. പ്രൈമറി സ്ട്രക്ചറിൽ അമിനോ ആസിഡിൻ്റെ സീക്വൻസ്, സെക്കൻഡറി സ്ട്രക്ചറിൽ അത് എങ്ങനെയാണ് ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്, അതാണ് നമ്മൾ പറഞ്ഞത് ആൽഫ ഹെലിക്സ് ഫോമും ബീറ്റ പ്ലീറ്റഡ് ഫോമും. അതുപോലെ ടെറിഷറി സ്ട്രക്ചർ നോക്കിയപ്പോൾ ടെറിഷറി സ്ട്രക്ചറിൽ എങ്ങനെയായിരുന്നു, ഈ സെക്കൻഡറി സ്ട്രക്ചേഴ്സ് എഗെയിൻ ഫോൾഡ് ചെയ്യണതാണ് ടെറിഷറി സ്ട്രക്ചറിന് കാരണം. ടെറിഷറി സ്ട്രക്ചറിൽ ഗ്ലോബുലാർ പ്രോട്ടീൻസും ഫൈബറസ് പ്രോട്ടീൻസും നമ്മൾ പറഞ്ഞു. ഇനി ക്വട്ടേണറി സ്ട്രക്ചർ എപ്പോഴാണ് ഉണ്ടാവുക, ചില പ്രോട്ടീൻസിൽ എന്തുണ്ടാവും, ഒന്നിലധികം പോളിപെപ്റ്റൈഡ്, മോർ ദാൻ 2 പോളിപെപ്റ്റൈഡ് ചെയിൻസ് വിൽ ബി ദെയർ. ഡിഫറെൻറ്റ് സീക്വൻസ് ഉള്ള 2-ലധികം അല്ലെങ്കിൽ ഒന്നിലധികം പോളിപെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടാവും. അതിലത്തെ സബ് യൂണിറ്റുകളൊക്കെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നതാണ് ക്വാട്ടേണറി സ്ട്രക്ചറിന് കാരണം. അപ്പം നമ്മൾ പറഞ്ഞു പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻസിൽ ഡെഫിനിറ്റ് ആയിട്ട് ഈ അമിനോ ആസിഡ് പ്രത്യേക സീക്വൻസിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആ അറേഞ്ച്മെൻറ്റിനെയും മോളിക്യുലാർ ഷേപ്പിനെയും ഒക്കെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ മോളിക്യുലാർ സീക്വൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡെഫിനിറ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ള അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ള ബയോമോളിക്യൂൾസ് ആണ് പ്രോട്ടീൻസ്. അങ്ങനെ ഡെഫിനിറ്റ് സ്ട്രക്ചർ ഉള്ള സ്പെസിഫിക് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ള പ്രോട്ടീനിനെയാണ് നമ്മളതിൻ്റെ നേറ്റീവ് ഫോം അല്ലെങ്കിൽ നേറ്റീവ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഡെഫിനിറ്റ് ആയിട്ട് സ്ട്രക്ചർ ഉള്ള അല്ലെങ്കിൽ എന്താണ് ഡെഫിനിറ്റ് ബയോളജിക്കൽ ആക്ടിവിറ്റി ഉള്ള ആ പ്രോട്ടീനിനെയാണ് അതിൻ്റെ നേറ്റീവ് ഫോം അല്ലെങ്കിൽ നേറ്റീവ് പ്രോട്ടീൻ എന്ന് നമ്മൾ പറയുക. ഈ പ്രോട്ടീൻസ് എന്തെങ്കിലും ചേഞ്ച് വരുമ്പോൾ, ഫിസിക്കലായിട്ട് ടെമ്പറേച്ചറോ അതേപോലെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് വേരി ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ കെമിക്കലായിട്ട് pH അതുപോലെയുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ് വേരി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഈ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ ആ പ്രോസസ്സിനെ, ആ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്ത് കഴിയണ ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുക. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ, പ്രോട്ടീനിൻ്റെ ഡീനാച്ചുറേഷൻ. അപ്പോൾ ഡീനാച്ചുറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്രോട്ടീൻസിൽ നമുക്കറിയാം ഡെഫിനിറ്റ് സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ് അതിലുള്ളത്. അതിനൊരു പ്രത്യേക സ്ട്രക്ചറും അതിന് സ്പെസിഫിക് ആയിട്ടൊരു ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ഈ നേറ്റീവ് ഫോമിലുള്ള പ്രോട്ടീനിലേക്ക് നമ്മൾ ഏതെങ്കിലും ടെമ്പറേച്ചർ, ഫിസിക്കലായിട്ടുള്ള ഏതെങ്കിലും ഫാക്ടേഴ്സ്, ടെമ്പറേച്ചർ പോലെയുള്ള ഏതെങ്കിലും ഫിസിക്കൽ ഫാക്ടേഴ്സോ അല്ലെങ്കിൽ pH പോലെയുള്ള ഏതെങ്കിലും കെമിക്കൽ ഫാക്ടേഴ്സോ വേരി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും.
ഏതാണ് അതിൻ്റെ സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി സ്ട്രക്ചറാണ് ഡിസ്ട്രോയ് ചെയ്യണത്. പ്രൈമറി സ്ട്രക്ചറിന് ഒരു കുഴപ്പവും വരില്ല. പ്രൈമറി ആ പ്രോട്ടീനിൻ്റെ സീക്വൻസ് എന്നുള്ളത്, അമിനോ ആസിഡിൻ്റെ സീക്വൻസ് എന്നുള്ളത് സെയിം ആയിട്ടിരിക്കും. പക്ഷേ അതിൻ്റെ സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി സ്ട്രക്ചർ ഡിസ്ട്രോയ് ചെയ്യും. അതിനെയാണ് ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുക. അപ്പോൾ ഇതിന് ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിളാണ് എഗ്ഗിലെ എഗ് യോക്ക് ഉണ്ടല്ലോ, അത് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറിലുള്ള വ്യത്യാസം നമ്മൾ കണ്ടിട്ടില്ലേ? അത് യോക്കായിട്ട് പൾപ്പി ആയിട്ടുള്ളതായിരുന്നു, പക്ഷെ അത് ചൂടാക്കി കഴിഞ്ഞാൽ വൈറ്റ് കളറിലേക്ക് അത് മാറും. അപ്പോൾ അത് എന്താണ്, ഈ ഡീനേച്ചുറേഷൻ ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ പാല് തൈരാവുന്ന സമയത്തും അതിലത്തെ പ്രോട്ടീൻസ് ഡീനേച്ചുറേറ്റഡ് ആവുകയാണ്. അവിടെ പി എച്ചിനുള്ള വ്യത്യാസം, അസിഡിക് ആവുകയാണ് ചെയ്യണത്. അപ്പോൾ പി എച്ചിനുള്ള വ്യത്യാസമാണ് അവിടെ ഡീനേച്ചുറേഷന് കാരണം. ഇതൊക്കെ പ്രോട്ടീൻസിൻ്റെ ഡീനാച്ചുറേഷൻ സംഭവിക്കാം. അതുപോലെ തന്നെ നമുക്ക് ലാബിലൊക്കെ നമ്മൾ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങളിനി പ്രാക്ടിക്കൽസ് ഒക്കെ ചെയ്യും. അപ്പോൾ ലാബിൽ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ തൊലിയിൽ പലപ്പോഴും മഞ്ഞ കളറ് കാണാം. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് നമ്മുടെ ഈ തൊലിയിൽ പ്രോട്ടീൻസ് ഉണ്ടല്ലോ, ആ സ്കിന്നിലെ പ്രോട്ടീൻസ് നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രോട്ടീൻസ് ഡീനാച്ചുറേഷൻ നടക്കും. അപ്പോൾ അത് വീണ്ടും ആ തൊലി മാറി വന്നു കഴിഞ്ഞാൽ അത് ഓവർകം ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് പ്രോട്ടീനിൻ്റെ ഡീനാച്ചുറേഷൻ എന്ന് പറയുന്നത്. ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീനിൻ്റെ സെക്കൻഡറി അല്ലെങ്കിൽ ടെറിഷറി സ്ട്രക്ചർ ഫിസിക്കൽ അല്ലെങ്കിൽ കെമിക്കൽ ഫാക്ടേഴ്സ് കൊണ്ട് ഡിസ്ട്രോയ് ചെയ്യുന്നതിനെയാണ് ഡീനാച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻസ് എന്ന് പറയുന്നത്.